കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. பேசுறே இன்னைக்கு உங்களை சைக்கிள் போனோமா வேண்டாயா போனோமா நிறைய வேலை இருக்கா எங்கே கூட 2 hours எங்கள் சைட்டில் நீங்கள் வரீங்களா வர முடியாதா 2 hours தானே சின்ன வேலை இருக்குது என்ன வச்சுட்டு போங்க வச்சுட்டு வாடா போங்க வேலை பாரு ഒരുത്തനെ വിളിച്ചാൽ വരൂല്ല എല്ലാത്തിനും പണി ആമേ ഇല്ല ഞാൻ എത്തിക്കോളാം ഞായറാഴ്ച എത്തിക്കോളാം ഇല്ല മറക്കൂല ശരി ശരി അച്ഛാ കുഴിപ്പടത്തെ അമ്മയെ വിളിച്ചേ ഞായറാഴ്ച എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പോവാനാ അച്ഛനും എന്റെ കൂടെ പറഞ്ഞോട്ടോ അവിടെ കുറെ സാധനങ്ങളെ ഓണമൊക്കെയല്ലേ അപ്പൊ അവിടുത്തെ അച്ഛനും അമ്മയും മേടിച്ചു വെച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല അച്ഛനും കൂടെ വന്നു ഞാൻ എനിക്ക് പറ്റൂല അവളെ കൂടെ നീ കുഴിപ്പള്ളം വരെ പോടേ അയ്യോ ആ കൂടി കിട്ടുന്ന ഒഴിവ് ദിവസമാണ് ഞായറാഴ്ച എനിക്ക് 100 കൂട്ടം പണിയുണ്ട് പോടി എന്നാ കാര്യം ചെയ്യ് എന്റെ അമ്മ വിളിച്ചോ അമ്മേനെയാ അമ്മയ്ക്ക് ആകപ്പാടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ് ആ ദിവസം അമ്മനെ വിളിച്ചോണ്ട് പോണത് എങ്ങനെയാ ഇനിയിപ്പോ ആരാ ഇവിടെ കേശുവാ എടാ കേശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാല് ശിവ നീ കൂടെ വരുമോ പിന്നെന്താ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാത്തത് ഇവരെന്റെ കൂടെ വന്നാണ്ടല്ലോ അച്ഛാ അന്നത്തെ ദിവസം പോക്കാണ് ഇവർക്ക് എല്ലാ സാധനവും മേടിച്ചു കൊടുക്കണം മേടിച്ചു കൊടുത്തില്ലെങ്കിലോ റോട്ടിൽ വെച്ച് എന്നെ തല്ലും എന്നാ പിന്നെ ഒറ്റയ്ക്ക് വരാം എന്തോ തേക്കിലടാ കേശുവേ അവളവിടെ കുഴിപ്പള്ളം വരെ പോ ഞായറാഴ്ച ഞാൻ എങ്ങനെ പോകാനാണ് ശനിയാഴ്ച ഞാൻ കുറെ ഫയലും കൊണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരണേ ആ ഫയൽ മൊത്തവും നോക്കണം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം അടുക്കളയിൽ പണി നോക്കണം കൊച്ചിനെ നോക്കണം എന്റെ പൊന്നെ ആലോചിക്കാൻ പോലും വയ്യ കണ്ടാ എങ്ങനെയൊക്കെ നോക്കിയാലും ഞായറാഴ്ച ദിവസം അച്ഛൻ മാത്രമേ ഇവിടെ ഫ്രീ ആയിട്ടുള്ളൂ അതുകൊണ്ട് അച്ഛൻ വന്നാൽ മതി ബാച്ചാ ഒരുപാട് സാധനങ്ങളുണ്ട് അതുകൊണ്ടല്ലേ നമുക്ക് പോയിട്ട് വരാം ഒരുപാട് സാധനങ്ങളുണ്ടാ ഞാൻ ഫ്രീ ആയിട്ട് വേണ്ട നമുക്ക് പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കടപ്പലാരത്തിന് ഞാൻ മുട്ടിയിരിക്കണ ഞാൻ കൂടെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരെ ഇപ്പോഴും തഴയാണ് എടി നിന്നെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് 8ന്റെ പണി കിട്ടും അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുപോകാത്തത് അല്ലെങ്കിൽ ഞാനിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്നോട് വരാൻ പറ്റൂല എല്ലാവരും ഞാൻ പറഞ്ഞേക്കാം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കണം ഓർമ്മയുണ്ടോ അന്ന് സിദ്ധുവിന്റെ റിലേറ്റീവിന്റെ ആരുടെ കല്യാണത്തിന് നീ കൂടെ വരാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചിട്ട് ആരും വന്നില്ല അവസാനം കല്യാണത്തിന് 4 പേരും 4 വഴിക്ക് അവിടെ എത്തി എന്നിട്ട് ആർക്കാ സാമ്പത്തിക നഷ്ടം വന്നേ എനിക്ക് മാത്രമേ സാമ്പത്തിക നഷ്ടം വന്നുള്ളൂ അതുപോലെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇനിയില്ല അച്ഛൻ്റെ കൂടെ വാച്ച അങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ അവള് പറഞ്ഞു കേട്ടാടാ അച്ഛനെ കൊണ്ട് അങ്ങനെ ഉപകാരം ഉണ്ടാവട്ടെന്ന് എൻ്റെ പൊന്നു മക്കളെ മുടിയാ നീ കല്യാണം കഴിക്കണമെങ്കിൽ പെണ്ണിന്റെ സ്വഭാവം മൊത്തം നോക്കിയും കണ്ട് അറിഞ്ഞിട്ട് കെട്ടാവും ലച്ചുവിന്റെ സ്വഭാവം എങ്ങാനും സാമ്യം വന്നാ നീ കെട്ടല്ലേ എനിക്ക് 2 ലച്ചുവിനെ താങ്ങാൻ വയ്യ പിന്നെ മോളെ ലച്ചു സൈറ്റിലെ ടൈറ്റ് ആണ് 5000 2000 എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോണ്ട് വാ ഞാൻ തരാം ഇവള് എന്തെങ്കിലും പറഞ്ഞ അപ്പ ഈ പൈസയുടെ കണക്കെടുത്ത് നാണയില്ലട മേടിക്കാനായിട്ട് ഞാൻ മേടിക്കാറുന്നില്ല പൈസ നാണയില്ല ഞാൻ മേടിക്കല്ലേട്ടോ അവളുടെ ഇന്ന് പൈസ അവള് പറഞ്ഞിട്ട് പോയിട്ടില്ലേ എന്തെങ്കിലും കാര്യം പറയുമ്പോ എന്റെ ഇന്ന് പൈസ കടം ചോദിച്ചു വാങ്ങും നമ്മൾ അവളുടെ നിന്ന് മാത്രമേ പൈസ മേടിക്കണം നമ്മൾ ആരും പൈസ കണ്ടിട്ടില്ലേ അവള് കല്യാണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പൈസ കാണാൻ തുടങ്ങിയത് കൂടുതൽ എങ്ങാണ്ട് വലിയ ആളാവാൻ വരില്ല കേട്ടോ ലച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എപ്പോഴും പൈസ കണ്ട് മടുത്തൊരു ചടക്ക് ഇറങ്ങിയാ എന്ത് പെട്ടെന്ന് നേരത്തെ പോണെന്ന് നേരത്തെ പോണെന്ന് അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ടോ വേണ്ട ദോശ കഴിച്ചിട്ടോ വേണ്ടെന്ന് കഴിക്കില്ല 2 ദോശ കഴിക്കാൻ അധികം സമയം വേണ്ടല്ലോ കഴിച്ചിട്ടോ എടി ഇപ്പൊ കഴിച്ചാൽ എനിക്ക് ഇറങ്ങൂല ഞാൻ സാധാരണ 10 മണിക്ക് പണിക്കാരെ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിക്കല്ലേ അപ്പൊ പിന്നെ അത് കഴിച്ച് ശീലമായി പോയി ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിച്ച് ഇറങ്ങൂല വെറുതെ അമ്മ ഉണ്ടാക്കുന്ന ഉണക്കദോശയും ചമ്മന്തിയും കഴിക്കാനുള്ള മടി കൊണ്ടാണ് അച്ഛൻ എവിടെ സൈറ്റിൽ പണിക്ക് പോയാലും അവിടെ ഒരു തട്ടുകട കണ്ടുപിടിക്കും എന്നിട്ട് അവിടെ പോയിട്ട് ദോശയും വടയും ഓംലേറ്റും പപ്പടം ഒക്കെ കഴിക്കും പിന്നെ ആകെപ്പാടുള്ള സങ്കടം എന്താന്ന് വെച്ചാൽ അവരെ തിരുവനന്തപുരത്ത് കിട്ടുന്ന രസവട മാത്രം കിട്ടൂല ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും കേട്ടാ ഈ ലച്ചുവിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അന്നത്തെ ദിവസം പോക്കാണ് അച്ഛന് ഭയങ്കര അന്ധവിശ്വാസമാണല്ലോ അച്ഛാ അന്ധവിശ്വാസമാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല ഇതിപ്പോ സയന്റിഫിക് ആയിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനിപ്പോ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അച്ഛാ ഇതേപോലെ തന്നെ ഞാൻ ലച്ചു ചേച്ചിയായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കം ഉണ്ടായിട്ട് ട്യൂഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ പോകുന്ന വഴി ശരിയാവത്തില്ല ഇല്ലെങ്കിൽ അവിടെ ട്യൂഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കാൻ മൂഡ് കാണത്തില്ല മിനിമം പോകുന്ന വഴിക്ക് കാലൊരു കല്ലെങ്കിലും തട്ടിയിരിക്കും അത് തറയെ നോക്കി നടക്കണോടാ കണ്ട പെമ്പിള്ളാരുടെ മുഖത്ത് നോക്കി നടന്ന കാലൊക്കെ കല്ലിൽ തട്ടും അച്ഛൻ ഈ സാധനത്തെ ഞാൻ ചെയ്യും കേട്ടോ കറക്റ്റ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന
ഒരു ദിവസം ലച്ചുമായിട്ട് ഞാൻ അടക്കം ഇത് എണീറ്റേ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ എണീറ്റേ എന്തിന്? എണീക്ക് എന്ത് ആ എണീക്കത് ജോലിക്ക് പോകാൻ നോക്ക് കഴിക്കാൻ പോലും നേരെയില്ലെന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇരുന്ന് ഒരു കാര്യം കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് പോവാണ് കേറി 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 എന്താ പെട്ടെന്ന് ജോലിക്ക് പോയേ പ്രശ്നമായണ്ട ഇതാണ് നിന്റെ അടുത്ത് സംസാരിക്കുന്നത് നിന്റെ അടുത്ത് സംസാരിച്ചാൽ പ്രശ്നമാണ് നീ ജോലി സ്ഥലത്ത് എന്താവും എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ പോണു അച്ഛൻ ഞായറാഴ്ച എന്റെ കൂടെ വരണേ. വരൂല ഞാൻ പൊക്കിക്കൊണ്ട് പോക്കോളാം. അച്ഛൻ എന്തായാലും ചിത്രപ്പ വരാൻ പോണില്ല. ഓടിയോളന്ന് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നോട് വരും. അച്ഛൻ എന്നെ ഭയങ്കര കാര്യമാണ്. നിനക്കറിയോ ഞാനും അച്ഛനും കൂടെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. അതെ, ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ അവഗണിക്കുന്നത് നല്ലതല്ല കേട്ടാ. എന്തെങ്കിലും ഒരു പ്രശ്നം വരട്ടെ, അപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ വില ചേച്ചി മനസ്സിലാക്കാൻ പോകുന്നത്. വില മനസ്സിലാക്കാൻ കിടക്കണതേ ഉള്ളു. നിന്റെ വിലയല്ലേ അത് ഇവിടെ ആരെക്കാരും നല്ലതായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ചേച്ചിക്ക് എന്ത് ചേച്ചി എന്നെ കാണുമ്പോ ചൊരുക്ക് എന്താ നിർത്തടാ. അപ്പം പോയിച്ചാരാ ഫീൽഡ് ഓഫീസർ എത്തിയല്ല. അച്ഛനൂടെ അച്ഛനെപ്പോഴേ ഇറങ്ങി പോയാ ആ പക്ഷെ അച്ഛൻ്റെ ഒപ്പം പോയിരുന്നെങ്കിൽ ഓട്ടോ പിടിപ്പിച്ചിട്ട് അതിനൊപ്പം പോയിരുന്നില്ലേ കാശ് നീ തന്നെ കൊടുക്കേണ്ടി വന്നേനെ. നമുക്ക് വേണ്ടേ നമുക്ക് ഫ്രണ്ട്സിന്റെ വണ്ടി ഉണ്ടല്ലോ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോകാനുള്ള ധാരാളം വൈകുന്നേരം വരുന്നില്ല എല്ലാ കള്ളത്തനും പഠിച്ചു പോയി. നീയാണ് എല്ലാ കളത്തിലും ഇപ്പൊ പഠിച്ചേക്കണത്. വാ. ചായ ഉണ്ടമ്മ? ഇല്ല ചായ ഇല്ല. ഇല്ലേ? ഇല്ല നടക്കുന്ന ചായ ഇല്ലെന്ന് നീയൊക്കെ ചോദിക്കുമ്പോ ചായ ഞാൻ എന്താ നിന്റെ ഒക്കെ വിലക്കായി ഞാൻ ഉണ്ടാക്കി തരൂല കേട്ടോ. പോണെന്ന് ഞാൻ ഉണ്ടാക്കി തരടാ, വാ.